ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇൻസി കൂടത്തിൽ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇതുവരെ എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ്. തുടർന്നും എല്ലാവരും എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസൊക്കെ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചേമ്പ് നടുന്ന കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ചേമ്പ് നടുന്നതിന് മുമ്പായിട്ട് കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? വായോ. ഇതേ അപ്പോൾ നമ്മൾ ഇത്രയും തടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ പാത്രങ്ങളിലോട്ട് ആക്കി വെക്കാം. ആദ്യം നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്യും, പിന്നെ ദേ അത് രണ്ടാക്കി വീണ്ടും കട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് ചെത്തി മാറ്റിയിട്ട് ഇതേ കണ്ടോ, ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന രീതിയിലല്ലാതെ ചേമ്പ് നടുന്നതും ഞാൻ നടുന്നവരും ഉണ്ട് കേട്ടോ. പല രീതിയിലൊക്കെ നടുന്നവരുണ്ട്. ഞാൻ ഫോളോ ചെയ്യുന്നത് ഇങ്ങനെയാണേ. സാധാരണ ഞാൻ നടുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ തട നമുക്ക് ഉടനെ നടാൻ പറ്റിയില്ലെങ്കിലും അപ്പോൾ കുറച്ച് ദിവസം കൂടെയൊക്കെ ഇരിക്കും, ചീത്തയായി പോവുകയില്ല. അപ്പോൾ അതിനാണ് നമ്മളിങ്ങനെ ചെയ്ത് വെക്കുന്നത്. പിന്നെ കേടാവാതിരിക്കാനും നല്ലതാണ്. പ്രാണികളൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ അഴുകി പോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണേ. എനിക്ക് കൃഷിയുടെ കമ്പമൊക്കെ വന്നത് എൻ്റെ അപ്പച്ചൻ്റെയൊക്കെ കൂടെ നടന്നിട്ട്, അപ്പച്ചനൊക്കെ കൃഷിയൊക്കെ ചെയ്യുന്ന ആളായിരുന്നേ. അപ്പോൾ അപ്പച്ചൻ്റെയൊക്കെ കൂടെ ഇങ്ങനെ അപ്പച്ചൻ്റെ ഹെൽപ്പറായിട്ടൊക്കെ പോവും. അപ്പോൾ അവർ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ എടുത്തതിന് ശേഷം ബാക്കി വരുന്നതൊക്കെ നമ്മൾ കടയിൽ കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ അതിലൊരു പങ്ക് അപ്പച്ചനെ ഹെൽപ്പ് ചെയ്ത വകയിൽ എനിക്കും കിട്ടാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കൃഷിയോടൊക്കെയുള്ള കമ്പം വന്നത്. അപ്പോൾ അന്നൊക്കെ അപ്പച്ചൻ ചെയ്യുന്ന രീതിയാണ് ഇത്. അപ്പച്ചനൊന്നും ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതൊക്കെ നല്ല രസകരമായ ഓർമ്മകളായിരുന്നു ആ സമയത്തൊക്കെ. കാര്യം അന്നൊക്കെ ഒത്തിരി കൃഷിയുണ്ട്. കുരുമുളക്, കച്ചോലം, അങ്ങനെ ആയുർവേദത്തിൻ്റെ കുറേ ചെടികളൊക്കെ അപ്പച്ചൻ നടുവായിരുന്നു. കുറേ ചേമ്പ്, മധുരക്കിഴങ്ങ്, അങ്ങനെ കുറേ കൃഷികളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അപ്പൻ്റെ കൂടെ ഇങ്ങനെ പോയി കണ്ട് ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അങ്ങനെയൊക്കെയാണ് ഞാനും ഇതിലോട്ട് എനിക്കിതൊക്കെ ഇൻട്രസ്റ്റ് ആയി തുടങ്ങിയത്. അതേ നമ്മളെല്ലാം ചെത്തി ഒരുവിധമൊക്കെ എടുത്തിട്ടുണ്ട്. പിള്ളേരൊക്കെ അവിടെ വന്നതിന് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതാണ് ഞാൻ അതിനകത്ത് സംസാരിക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു 80 മൂടോളം ചേമ്പ് നടാനുള്ളത് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ തടകളായിട്ടൊക്കെ മുറിച്ച് വന്നതൊക്കെ രണ്ടെണ്ണമൊക്കെ വെച്ച് നമ്മൾ ചിലപ്പം ഒരു തടത്തിനകത്ത് നടുവേ. നമ്മളിതിൻ്റെ ബാക്കി വന്ന കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു കറിക്കൊക്കെ വേണ്ടിയിട്ട്. ഇനിയാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗം. സാധാരണ ചാണകം കലക്കിയ വെള്ളത്തിലാണ് ഇത് മുക്കി വയ്ക്കാറ്. പക്ഷേ ഞാനിവിടെ ചാരമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചാരം നല്ലതായിട്ട് കുറുക്കി ഇങ്ങനെ കലക്കിയെടുക്കണം. വലിയ തരികളൊന്നും ഇല്ലാതെ നല്ലതായിട്ട് ചാരം പൊടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് ഏകദേശം ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിൽ ചാരം കുറുക്കിയെടുക്കണം. എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ദേ കണ്ടോ, ഈ പരുവത്തിൽ നമ്മൾ ഉണക്കാനായിട്ട് വെക്കണം. അങ്ങനെ ഉണക്കി എടുത്ത് സൂക്ഷിച്ച് വെക്കുന്ന ഈ ഒരു ഇത് തട കുറച്ച് നാൾ കേടാവാതൊക്കെ ഇരിക്കുവേ. അപ്പം നമ്മുടെ സമയം പോലെ നമുക്ക് നടാൻ പറ്റും. അപ്പച്ചനൊക്കെ ചാണകം കലക്കിയ വെള്ളത്തിലാണ് മുക്കി വയ്ക്കുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ ഇങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സൈഡിലും പെരളണം ഇതൊക്കെ. ചാരത്തിൻ്റെ ആ ഒരു ഇതെല്ലാം എല്ലാ സൈഡിലും ആവണം. കണ്ടോ, ഇതുപോലെ. ഇനി ഇതെല്ലാം നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുത്ത് വെക്കണം. ഒത്തിരി അങ്ങ് ഉണക്കണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് ഉണങ്ങിയെടുക്കണം. ഓരോന്നിട്ടിട്ട് പണി തീരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറേശ്ശെ വാരി ഇട്ട് കൊടുത്ത് നോക്കാം. ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ പെട്ടെന്ന് മുക്കിയെടുക്കാം. കുറേ ആയപ്പോൾ ക്ഷീണിച്ച് കേട്ടോ. അതേ കയ്യിൽ നിന്നൊക്കെ തെറിച്ച് പോകുന്നുണ്ട്. കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ ഇതിനൊക്കെ കൂടാറുണ്ട്. ദേ അപ്പോൾ ഫൈനലായിട്ട് നമ്മളിതെല്ലാം ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നടുന്ന വീഡിയോ ആയിട്ട് പിന്നീട് വരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം. താങ്ക് യു.